പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. യശസ്സും തേജസ്സും അവന്റെ സന്നിധിയിലും ബലവും ആനന്ദവും അവന്റെ വാസസ്ഥലത്തിലും ഉണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ്. യശസ്സും തേജസ്സും അവന്റെ സന്നിധിയിലും ബലവും ആനന്ദവും അവന്റെ വാസസ്ഥലത്തും ഉണ്ട്. പ്രൈസ്. ഈ ദൈവവചന ഭാഗം വായിക്കുമ്പോഴേ ഹല്ലേലൂയ, യെരൂശലേമിൽ പുതിയതായി പ്രതിഷ്ഠിച്ച പെട്ടകത്തിന് മുമ്പാകെ സംഗീത ശുശ്രൂഷ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ചിലരെ നിയമിച്ച കാര്യം ഹല്ലേലൂയ 1 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായം 1 തൊട്ട് ഹല്ലേലൂയ അതിന്റെ 4 വരെ 6 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. ആലയത്തിൽ ഏതെല്ലാം ശുശ്രൂഷ വേണം, എന്തെല്ലാം ശുശ്രൂഷ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ കാണാൻ കഴിയും. തുടർന്ന് ഒരു സ്തോത്ര സങ്കീർത്തനം, ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം, ദൈവത്തിന്റെ മഹത്വത്തെ തേജസ്സിനെ വിളിച്ചറിയിച്ച് നമുക്കത് വെളിപ്പെടുത്തി തരുവാൻ പരിശുദ്ധാത്മാവ് ശക്തമായി സങ്കീർത്തനക്കാരനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ മഹത്വവും തേജസ്സും നമുക്ക് വെളിപ്പെടുത്തി ഈ കാലഘട്ടത്തിലുള്ള തലമുറയെ അത് പഠിപ്പിക്കാൻ വേണ്ടി, അവർക്കത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവസന്നിധിയുടെ യശസ്സും തേജസ്സും അവന്റെ സന്നിധിയിലുണ്ട്. ഹല്ലേലൂയ. മാത്രമല്ല ബലവും ആനന്ദവും അവന്റെ വാസസ്ഥലത്തുണ്ട്. ഇത്ര ശക്തമായ നിലയിലൂടെ ദൈവത്തിന്റെ വചനം നമുക്ക് ഓരോ ദിവസവും നൽകി പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ്, ഈ ലോക ജീവിതം താൽക്കാലികമാണ്. ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി കാലം ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. നമുക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ദൈവവചനം അനുസരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നെങ്കിൽ മാത്രമേ മരണാനന്തര ജീവിതം നിത്യമായി സ്വർഗത്തിലെത്താൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാം, നാം ഒരു സ്കൂളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പഠനത്തിന് സ്കൂളിൽ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിയുമ്പോൾ വിവിധമായ വിഷയങ്ങൾ പഠിക്കുവാനുണ്ട്. സ്കൂളിൽ ഒറ്റ വിഷയം മാത്രമല്ലല്ലോ ഉള്ളത്. ഇനി മലയാളം മാത്രമായിരിക്കും, അത് മാത്രം പഠിച്ചാൽ മതി എന്ന് വെക്കാതെ മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്, സംസ്കൃതമുണ്ട്, അതുപോലെ മാത്സ് ഉണ്ട്, സയൻസ് ഉണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിൽ വിവിധ പാഠങ്ങളാണ് പഠിക്കുന്നത്. അത് ഓരോ രാജ്യങ്ങളിലേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതാത് ഭാഷകൾക്കനുസരിച്ച് ഹല്ലേലൂയ അവരുടെ രാജ്യത്തിന്റെ സംസ്കാരം അനുസരിച്ച് അവിടെയും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്കും മാറ്റമുണ്ട്. ഹല്ലേലൂയ. ഇനി നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിച്ച വിഷയമല്ലല്ലോ 2ൽ പഠിക്കുന്നത്. അങ്ങനെ ഉയർന്ന സ്കൂളുകളിലേക്ക് എത്തുന്തോറും 10-ാം ക്ലാസ്സിൽ വരുന്ന വിഷയമല്ല പ്ലസ് ടുവിനും പ്ലസ് വണ്ണിനും ഉള്ളത്. തുടർന്ന് ഡിഗ്രിക്ക് പോകുമ്പോൾ വിഷയങ്ങൾ മാറി മാറി വരും. എല്ലാത്തിനും മാറ്റമാണ് അല്ലേ. ഹല്ലേലൂയ. അപ്പൊ ആലയത്തിലെ ശുശ്രൂഷകൾക്കകത്തും ഒരുപാട് മാറ്റങ്ങൾ ദാവീദ് വരുത്തി. ഹല്ലേലൂയ. അതേപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ അഭിഷേകത്തിനകത്തും വ്യത്യസ്ത ഘടകങ്ങളാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തിനകത്ത് വ്യത്യസ്ത ഘടകങ്ങളാണ്. അഭിഷേകത്തിനകത്ത് ആത്മാവിന്റെ ഫലങ്ങളുണ്ട്, അഭിഷേകത്തിന് ആത്മാവിന്റെ വരങ്ങളുണ്ട്, അഭിഷേകത്തിനകത്ത് വിശുദ്ധിയുണ്ട്, വേർപാടുണ്ട്, കൂട്ടായ്മയുണ്ട്. അങ്ങനെ നമുക്ക് തന്ന അഭിഷേകത്തിനകത്താണ് ഈ മാനസാന്തരവും അല്ലെങ്കിൽ വിശ്വാസ സ്നാനവും പരിശുദ്ധാത്മാവിന്റെ സ്നാനവും അതുപോലെ വിശുദ്ധ ജീവിതം, വേർപാട്. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് ആമേ പ്രാർത്ഥനയും കൂട്ടായ്മയും അപ്പം നുറുക്കൽ എന്ന് വേണ്ട ഒരുപാട് ഘടകങ്ങൾ ആത്മീയ അനുഭവത്തിലുണ്ട്. ഹല്ലേലൂയ. വെറുതെ ഒരു വിശ്വാസി എന്ന് പറഞ്ഞ് നടക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അവനൊരു വിശ്വാസിയല്ല. വെറുതെ വിശ്വാസി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അവർ വിശ്വാസിയല്ല. ഒരു സ്കൂളിൽ കുട്ടികൾക്ക് പഠിക്കുവാൻ വിവിധ വിഷയങ്ങൾ ഉള്ളതുപോലെ തന്നെ വിശുദ്ധ ബൈബിൾ നമ്മളെ വിവിധ വിഷയങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ആത്മീയ അഭിഷേകത്തിനകത്ത് എന്തുണ്ട്? സ്തോത്രം. അനേക ഉയർച്ചകളുണ്ട്, താഴ്ചകളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട്, ഹല്ലേലൂയ, ഒക്കെയുണ്ട്. നാം വളരുന്തോറും നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഘടകങ്ങളെ ദൈവം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൗത്യം പലതാണ്, അല്ലെങ്കിൽ ദൗത്യം വളരെ വലുതുമാണ്. ദൗത്യം പലതാണ്, ദൗത്യം വലുതുമാണ്. ആ ഉത്തരവാദിത്ത ബോധത്തോടെ നമ്മൾ ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ യശസ്സും തേജസ്സും അവന്റെ സന്നിധിയിലും ബലവും ആനന്ദവും അവന്റെ വാസസ്ഥലത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ ആ ദൈവിക അഭിഷേകത്താൽ നമുക്ക് നിറയപ്പെട്ട്
ഈ ലോകം മുഴുവൻ നിറഞ്ഞു പ്രകാശശോഭിതമായി നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. രക്തം ജയം. നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് യേശുവിനെയാണ്. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെയോ മത നേതാക്കന്മാരെയോ ഇവിടുത്തെ സിനിമാ താരങ്ങളെയോ സ്പോർട്സ് താരങ്ങളെയോ ഒന്നും അല്ല നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അവരെയല്ല നമ്മളെ ആരാധനയ്ക്കായി നമ്മൾ ആരാധ്യപുരുഷനായി വെച്ചുകൊണ്ടിരിക്കേണ്ടത്. നമുക്ക് ആരാധിപ്പാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അവന്റെ പേര് നസ്രായനായ യേശു. ഹല്ലേലൂയ. ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനായവൻ ഒരുവൻ മാത്രം. യെരൂശലേമിൽ പുതിയതായിട്ട് ദൈവത്തിന്റെ പെട്ടകം കൊണ്ട് പ്രതിഷ്ഠിച്ചതിന് ശേഷമായി ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വിവിധ ആളുകളെ ദാവീദ് ഒരുക്കിയതിനു ശേഷം ഇത്രമാത്രം വലിയൊരു സ്തോത്ര പ്രാർത്ഥന അവിടെ നടത്തിയെങ്കിൽ ഇന്നത്തെ പകൽ ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഇങ്ങനെ ഒരു സ്തോത്ര പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? ഹല്ലേലൂയ. പ്രാർത്ഥനയുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് ധ്യാനമുണ്ടോ? കളിയാക്കുകയല്ല, പരിഹസിക്കുകയൊന്നുമല്ല. നമ്മൾ മടങ്ങി വരണം. ഹല്ലേലൂയ. പണ്ടത്തെ പോലൊരു നല്ല കാലം ദൈവസഭയ്ക്ക് ഉണ്ടാകണം. പണ്ടത്തെ പോലൊരു നല്ല കാലം ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രാർത്ഥനയും കൂട്ടായ്മയും ആരാധനയും ഉപവാസവും കാത്തിരിപ്പ് യോഗങ്ങളും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കൃപാവരങ്ങളും ഇതെല്ലാം സഭയ്ക്കകത്തുള്ളതാണ്. ഹല്ലേലൂയ. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനകത്ത് സന്തോഷം പ്രാപിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ ഓരോ പരിശുദ്ധാത്മാവ് നൽകുന്ന ഓരോ ശുശ്രൂഷയിലും ഓരോ വിഭാഗത്തിൽ നമ്മൾ ജയം പ്രാപിക്കണം. ഹല്ലേലൂയ. കോളേജിൽ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഉന്നതമായ ഉന്നതമായ നിലയിൽ നമ്മൾ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം, നമ്മൾ അല്ലെങ്കിൽ ഒരു വാഹനം മെക്കാനിക്കലിനോട് ചോദിച്ചാൽ നമുക്കറിയാം, ആദ്യമായിട്ടൊരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞ് സ്പാറ്ററും സ്ക്രൂ ഡ്രൈവറും ഒക്കെ എടുത്തു കൊടുത്ത് ബാക്കിയുള്ള ടൂൾസ് ഒക്കെ എടുത്തു കൊടുത്ത് അവനൊന്നും ചെയ്യാൻ അറിയത്തില്ല. ആ വാഹനം എന്ത് ചെയ്യണം, എങ്ങനെ അടിക്കണം, എവിടാണ് കേടുപാട്, എവിടാണ് അതിന്റെ അറ്റകുറ്റപ്പണി ചെയ്യാനുള്ളതെന്ന് അറിയി നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. അല്ലേ? എന്നാൽ അതിനകത്തൊരു മെയിൻ മെക്കാനിക്ക് കാണും. ആ മെയിൻ മെക്കാനിക്ക് പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് അഴിക്കേണ്ട നട്ടുകൾ ബോട്ടുകളൊക്കെ അഴിച്ചു മാറ്റി ചെയ്യേണ്ടതൊക്കെ ചെയ്ത് മാറ്റേണ്ടതൊക്കെ മാറ്റി ഓയിൽ കൊടുക്കേണ്ടതിന് ഗ്രീസ് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് അല്ലേലിയ അത് വേണ്ടതുപോലെ വരിച്ചു മുറുക്കി കഴുകി വെടിപ്പാക്കി വൃത്തിയാക്കി എടുക്കുന്നത് പോലെ അങ്ങനെയാണ് ചെറുതായിട്ടാണ് മെക്കാനിക്ക് ഒരു റിപ്പയർ പണി പഠിക്കുന്നത്. അങ്ങനെ അതിപ്പം ഒരു വർക്ക്ഷോപ്പിൽ ചെന്ന് എല്ലാ വർക്ക്ഷോപ്പുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. ആരും പണി പഠിച്ചിട്ട് വന്നവരല്ല. അല്ലേ? ആരും എല്ലാ പണികളും പഠിച്ചിട്ടല്ല ഭൂമിയിലേക്ക് പോകും. വന്നിട്ട് നമ്മൾ മറ്റൊരാളിത് കണ്ടുപഠിക്കുക, മറ്റൊരാളിത് കേട്ട് പഠിക്കുക, മറ്റൊരാളിത് കണ്ട് കേട്ടത് ചെയ്ത് പഠിക്കുക. അതേപോലെ തന്നെയാണ് ദൈവവചനം. അല്ലെങ്കിൽ നാം ദൈവസന്നിധി വരണം, ദൈവസന്നിധി കേൾക്കണം, കാണണം, പഠിക്കണം. അത് നമ്മെ കേൾക്കുവാനും കാണിക്കുവാനും പഠിപ്പിക്കാൻ വേണ്ടി ദൈവം തന്റെ സഭകൾക്ക് അഭിഷക്തന്മാരെ വെച്ചിട്ടുണ്ട്. അതിനാണ് സഭ. സഭയെന്ന് പറയുന്നത് രാഷ്ട്രീയം വളർത്തുവാനല്ല, സഭയെന്ന് പറയുന്നത് തന്നിഷ്ടം കാണിക്കാനല്ല, സഭയെന്ന് പറയുന്നത് താന്തൂന്നികളെ പോലെ ജീവിക്കാനല്ല. സഭയെന്ന് പറഞ്ഞാൽ ആത്മപ്രശംസയ്ക്കുള്ള, സഭയ്ക്കകത്ത് വെറുക്കൂത്തല്ല, സഭയ്ക്കകത്ത് മദ്യപിച്ചിട്ട് വരുവാനല്ല, സഭയ്ക്കകത്ത് വാണിഭമല്ല നടക്കേണ്ടത്, സഭയ്ക്കകത്ത് കച്ചവടമല്ല, ലേലമല്ല നടക്കേണ്ടത്. സഭയ്ക്കകത്ത് നടക്കേണ്ടത് ആത്മീയ ശുശ്രൂഷകളാണ്. കടന്നു വരുന്ന ജനത്തെ പഠിപ്പിക്കണം. അതിനകത്തെ കാര്യങ്ങൾ ഒരു വർക്ക്ഷോപ്പിൽ കടന്നു ചെല്ലുന്ന ഒരു കുട്ടിയെ അവിടുത്തെ മെക്കാനിക്കൽ അവനെ റിപ്പയറിങ് പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. അതാണ് സഭ. അല്ലാതെ ബിരയാമിനെ പോലെ ദൈവമക്കളിൽ ഇസ്രായേലിന്റെ ശിത്തീമിലേക്ക് പാപം ചെയ്യാൻ അയച്ചതുപോലെ സഭയ്ക്കകത്തുള്ള ദൈവമക്കളെ, ആത്മാവിൽ ആരംഭിച്ച ദൈവമക്കളെ രാഷ്ട്രീയത്തിലേക്ക് പറഞ്ഞയക്കരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജഡത്തിൽ അവസാനിച്ച് നിൽക്കുന്ന ശുശ്രൂഷയാണ്. പക്ഷേ ദാവീദിനെ സംബന്ധിച്ച് നോക്കിയാട്ട് പഴയ നിയമ ഭക്തന്മാരെ ചിന്തിച്ചാട്ട് പുതിയ നിയമത്തിലേക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെയും അപ്പോസ്തലന്മാരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകൾ ചിന്തിച്ചാൽ അവരെല്ലാം അഭിഷേകത്തിൽ നിറയപ്പെട്ട ശുശ്രൂഷ ചെയ്തവരാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ മേഖലയിലും ഒരു മാറ്റമുണ്ട്. ഒരു കെട്ടിട പണി, നിങ്ങൾ താമസിക്കുന്ന ഒരു കെട്ടിടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയ ഉടനെ, നിങ്ങൾ കൈ ചൂണ്ടിയ ഉടനെ ഒരു കെട്ടിടം പൊട്ടിപ്പുറപ്പെട്ട് വന്നില്ലല്ലോ. ഹല്ലേലൂയ. ചിലരൊക്കെ ചിന്ത അങ്ങോട്ട് നോക്കിയ ഉടനെ, എവിടെയെങ്കിലും ഒരു സ്ഥലം നോക്കിയ ഉടനെ കെട്ടിടം തന്നെ ഉയർന്നു വരുമെന്നാ ചിലരൊക്കെ ചിന്ത. അങ്ങനെയല്ല.
ഒരു കെട്ടിടം നിങ്ങളെ താമസയോഗ്യമാക്കണമെങ്കിൽ ആ കെട്ടിടത്തിനുള്ള സ്ഥലം കാണണം, അതിന് വാനവെടുക്കണം, അതിന് അടിത്തറയിടണം, ഫൗണ്ടേഷൻ അല്ലെങ്കിൽ പിന്നെ അതിന് തറ കെട്ടണം, പിന്നെ ചുവര് കെട്ടണം, അത് വാർക്കിന്റെ സാധനത്തെല്ലാം ലിറ്റിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. എന്നിട്ട് അത് മീൻപാർക്കുന്നത് തേച്ച് മിനുക്കി വൃത്തിയാക്കിയെടുത്ത് അതിനകത്ത് ചെയ്യേണ്ട ക്രമീകരണം എല്ലാം ചെയ്യണം. അടിസ്ഥാനത്തിന് ഉറപ്പിച്ച് വേണം നിങ്ങൾ ഭവനത്തിനകത്ത് കയറാൻ. എന്ന് പറഞ്ഞ പ്രീതി ഈ സഭയും ശുശ്രൂഷയൊക്കെ എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തിന്റെ പണി പോലെ തന്നെ നമ്മളിതിനകത്ത് ഒരുപാട് പണി പഠിക്കാനുണ്ട്. രക്തം ചില ആളുകൾ ഞങ്ങൾ ബൈബിൾ കോളേജിലൊന്നും പോകത്തില്ല, ഞങ്ങൾ ബൈബിൾ കോളേജിന്റെ ആവശ്യമില്ല. 10 ദിവസം ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ, പിന്നെന്തിനാ ബൈബിൾ കോളേജിൽ പോകുന്നത്? ഞങ്ങൾ ബൈബിൾ കോളേജിൽ പാടി ഞങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് സ്വയം പോയിട്ട് ഞങ്ങൾക്ക് ഇപ്പം കിട്ടിയ ലൈവ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ഒത്തിരി പേര് നിങ്ങൾ കണ്ടിട്ടില്ലേ? ലൈവ് എന്തൊക്കെ കച്ചറ കടച്ചയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രസംഗിക്കുന്നവരുണ്ട്. ലേലിയ ഒരടിസ്ഥാനമില്ല. ബൈബിൾ കോളേജ് വിട. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവവചനം പഠിക്കുവാൻ മുതിർന്ന ആത്മീയ നേതാക്കന്മാരുടെ പാതപീഠത്തിലിരിക്കണം. ഒന്നീ ബൈബിൾ കോളേജിൽ ഇരിക്കണം, അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ പോയി ഇരിക്കണം. സ്വഭാവ രൂപീകരണം ആവശ്യമാണ്. പഠനം എന്താണ് തിരിച്ചറിയണം. മതം എന്താണ്, സഭ എന്താണ്, ശുശ്രൂഷ എന്താണ്, ബൈബിൾ എന്താണ്, അതിന് തിയോളജി ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ തിയോളജി ഒന്നും പഠിച്ചിട്ടില്ല, ഞങ്ങൾക്കൊന്നും വേണ്ടെന്ന് പറയുന്ന ചില വഞ്ഞാ വെക്കുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെയല്ല കേട്ടോ. ദൈവവചനം അതിന്റെ അഭിഷേകത്തിൽ പഠിക്കണം. അല്ലേ? ദൈവവചനം അതിൻ്റെതായ അഭിഷേകത്തിൽ പഠിക്കണം. അല്ലേ? ഒരു സ്കൂളിലേക്ക് ചെന്ന് ഞാൻ ആദ്യം കൂടെ സ്കൂളിലേക്ക് ചെന്ന കുട്ടി സാറ് ടീച്ചർ മാഷ് ഞങ്ങളൊന്നും പഠിപ്പിക്കും, ഞങ്ങൾക്ക് തന്നെ അറിയാമെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മുന്നേറാൻ പറ്റുമോ? അതല്ല, അവിടെ പഠിപ്പില്ല. അല്ലേ? നിങ്ങൾ ദൈവസേവ ഒന്ന് ഇത് പഠിക്കണം കേട്ടോ. അല്ല ഞങ്ങൾക്കെല്ലാം ലൈവായിട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാ പൊട്ടത്തലും കളിവാക്കും വിളിച്ച് പറഞ്ഞിട്ട് ചില കരാട്ടക്കാർ ശുശ്രൂഷിക്കുന്നവരെ ചില സഭയെ ശുശ്രൂഷിക്കുന്നത് എന്നൊക്കെ വെക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ല. എനിക്ക് ചിലപ്പോൾ ചില സഭയിലൊക്കെ ചിലപ്പോൾ ചിരി വന്നിട്ടുണ്ട്. കരാട്ടക്കാർ കാണിക്കുന്നവരെ കുമ്പുമാണ്, അത് എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെയാണ് ശുശ്രൂഷയ്ക്കകത്ത്. മാനസാന്തരപ്പെട്ടിട്ട് കർത്താവിന് വേല ചെയ്യണം. അല്ലെങ്കിൽ സൗമ്യതയുടെ ആത്മാവിൽ വിശുദ്ധിയിൽ നിറയപ്പെട്ട് ദൈവവചനം അനുസരിച്ച് സമർപ്പണ ബോധമുള്ളതിനെ അർപ്പണത്തോടുകൂടി നാം നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കും. അല്ലേ? പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ശുശ്രൂഷ ചെയ്യണം. നമ്മളാണ് പുറമേ ജനത്തിന് നോക്കുമ്പോൾ നമ്മളാണ് ചെയ്യുന്നെങ്കിൽ ആ ശുശ്രൂഷ നമ്മുടെ ഉള്ളിൽ പങ്ങനെ അഭിഷേകം ചെയ്യണം. അല്ലേ? ഇന്ന് നമ്മുടെ ഉള്ളിൽ അഭിഷേകത്താണ് ശുശ്രൂഷ ചെയ്യുന്ന എത്ര പാസ്റ്റർമാരുണ്ട്, എത്ര ഉപദേശിമാരുണ്ട്, എത്ര വിശ്വാസികളുണ്ട്. ക്രൈസ്തവ സമൂഹത്തില് എത്ര പേരെ കാണുക? ക്രൈസ്തവ സമൂഹത്തിൽ തങ്ങളിലുള്ള അഭിഷേകം കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നവര് ആരുമില്ലെന്നേ. എല്ലാം പിന്നെ ഈ പ്രകസനമാണ്. അപ്പൊ നമ്മളെല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് എവിടുന്ന് ഉയരത്തിൽ നിന്ന് പ്രാപിക്കണം. അല്ലേരിയ ഉയരത്തിൽ ജ്ഞാനമെന്ന് യാക്കോബ് പറയുന്നുണ്ട്. അല്ലേരിയ നമ്മളെല്ലാം ഉയരത്തിൽ നിന്ന് പ്രാപിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ശുശ്രൂഷകൾ നിറപടിയായി ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാത്തിനും അടിസ്ഥാനമാണ്. അല്ലേരിയ അതുകൊണ്ടാണ് പൗലോസ് കൊലോസ്യ സഭയോട് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. കൊലോസ്യ ലേഖനം 3:1 അല്ലേരിയ 2 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തിരിക്കുന്നു എങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഉറപ്പുണ്ടാകണം. ഇന്ന് പലർക്കും അതറിയില്ല. ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ ഇല്ലയോ എന്ന് പല ആളുകൾക്കും അറിയത്തില്ല. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട അഭിഷേകമുള്ള ദൈവമക്കളോട് ചോദിക്കുക, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യം ഒന്നും മടിക്കുക, എന്താ പറയേണ്ടത്? അല്ലേരിയ ഞാനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലേരിയ നിങ്ങൾ എന്നോട് ചോദിച്ച കുഴപ്പമൊന്നുമില്ല, ഞാനതിന് മറുപടി പറയും. പ്രൈസലോ. അല്ലേരിയ അപ്പൊ പൗലോസ് അല്ലേരിയ പറയുകയാണ്, കൊലോസ്യ സഭയോട് പറയുകയാണ്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. അല്ലേരിയ അപ്പൊ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ അല്ലേരിയ ഇടമായ അല്ലേരിയ സ്തോത്രം ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. അല്ലേരിയ അപ്പൊ നമ്മൾ ഉയരത്തിലുള്ളത് താഴെ നല്ല പഠിക്കണം. താഴെ നല്ല ഉയരത്തിൽ നിന്ന് പഠിക്കണം. അല്ലേ? ഉയരത്തിൽ നിന്ന് പഠിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ അഭിഷേകം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അഭിഷേകമില്ലാത്ത സഭകളുണ്ട്. പെന്തക്കോസ്തിനകത്ത് അഭിഷേകമില്ലാത്ത കുറെ സഭകളുണ്ട്. അഭിഷേകമില്ലെന്നാ പറയുന്നത്, അന്യഭാഷ ഇല്ലെന്നാ പറയുന്നത്. അതൊക്കെ നിന്നുപോയെന്നാ പറയുന്നത്. രോഗശാന്തിയില്ല, ഭൂതശാന്തിയില്ല, വീര്യപ്രവർത്തിയില്ല, അഭിഷേകമില്ല. അതൊക്കെ പണ്ടേ നിന്നുപോയെന്ന് അവന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കുറെ ജഡികന്മാർ, പ്രാകൃതന്മാരായിരിക്കുന്ന ദുരുപദേശന്മാർ വിവിധ വേർപാട് കൂട്ടമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. സ്വന്തം മനസ്സാക്ഷി ചുവടെ വെച്ച് വിവാഹം വിലക്കി തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവരും സ്വന്തം ഉപദേശങ്ങൾ സ്ഥാപിച്ച് അമ്മയൊക്കെ നിൽക്കുന്ന ഒരുപാട് കൂട്ടങ്ങളുണ്ട് കേട്ടോ. ഞാൻ ആ കൂട്ടത്തെ കുറിച്ച് വിവരിക്കുന്നില്ല, വേണ്ട എന്നോട് ചോദിച്ചാൽ പറയാം. സ്നാനം വേണ്ട, കത്രമേശ വേണ്ട. അല്ലേരിയ ചിലരൊക്കെയാണ് സ്നാനം വേണ്ടെന്നാ പറയുന്നത്.
അല്ലേലിയ. ഇന്നാളൊരു സഹോദരൻ പറഞ്ഞു, സ്നാനം കൊണ്ട് വചനബന്ധ അന്ന് വചനബന്ധ ജലസ്നാനത്താൽ എല്ലാവരും സ്നാനം ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ സ്വാമി ദൈവത്തിന്റെ വചനബന്ധ ജലസ്നാനത്താൽ സ്നാനപ്പെട്ടവർ പിന്നീട് സ്നാനം വേണ്ട. അത് ഏത് സഭയുടെ പഠിപ്പീരാണ്, ഞാൻ ആ സഭയുടെ പേര് പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് നൊമ്പരപ്പെടും. അല്ലേലി, അങ്ങനെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെയല്ല, നമ്മള് കർത്താവായ യേശു ക്രിസ്തു ആമി പറഞ്ഞു നമ്മൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടണം തന്നിരിക്കുന്ന സ്നാനം അവനുള്ളതാണ് വിശ്വാസ, പിന്നെ പരിശുദ്ധാത്മാവ് സ്നാനം. അല്ലേലിയ. നമ്മൾ വേർപാടും ഇതൊക്കെ ഓരോ ഘടകങ്ങളാണ്. അല്ലേലിയ. അങ്ങനെ എല്ലാം നമ്മൾ ഉയരത്തിൽ നിന്ന് പഠിക്കണം. അല്ലേലിയ. യേശുവിൽ നിന്ന് പഠിക്കണം. അല്ലേലിയ. കർത്താവിൽ നിന്ന് പഠിക്കാത്തടത്തോളം കാലം നമ്മൾ വെറുതെ കിടന്ന് കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചതുപോലെ പലതും പറയുക. അല്ലേലിയ. ഈ പൈസയൊക്കെ എടുത്തിട്ട്, ഈ ചില്ലറ പൈസ ഒരു ഡെപ്പിയിലൊക്കെ എടുത്ത് ചുമ്മാ അത് കിലുക്കും, ഭയങ്കര കിലുകിലെന്ന് ശബ്ദം കേൾക്കാം എന്ന് പറഞ്ഞാൽ പലരും ചുമ്മാ കിലുകിലുകിലെന്ന് എന്തൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കും. അടിസ്ഥാനങ്ങളൊന്നുമില്ല. സ്തോത്രം. ഇന്നത്തെ പ്രവചന ശുശ്രൂഷ ഇങ്ങനെ ഈ പാട്ടയ്ക്കകത്ത് പൈസയായിട്ട് കേൾക്കുന്ന പോലെ എന്താ പറഞ്ഞു, വചനമൊന്നുമില്ല, വചനാടിസ്ഥാനമുള്ള ശുശ്രൂഷയില്ല, വചനത്തിന്റെ അടിസ്ഥാന പ്രവചനവുമില്ല. അല്ലെങ്കിൽ ചാട്ടം ഓട്ടം മേളം. പിന്നെ ഈ പള്ളിക്കകത്ത് തുള്ളാനും ആടാനും വീഴാനും കുറെ സഹോദരിമാരുണ്ട് കേട്ടോ. ആണുങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സഭയ്ക്കകത്ത്. അവർ ഈ തുള്ളാനും ആടാനും വീഴാനും ഒക്കെ 100-നകത്ത് ഒരു 5 കാണത്തുള്ളൂ. പെണ്ണുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവരുടെ സഭയ്ക്കകത്ത് തുള്ളാനും ആടാനും ചാടാനും ഭൂതവിളകാനും 100 ഉണ്ടെങ്കിൽ 99 ഭൂതമാണ്. അല്ലേലിയ. സ്വതന്ത്രം തെറ്റിക്ക് നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞാൽ മതി. അല്ലേലിയ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ, നിങ്ങൾ സ്നാനപ്പെട്ടതാണോ, നിങ്ങൾ അഭിഷേകമുണ്ട് നിന്റെ ഉള്ളിൽ എങ്ങനെ ഭൂതം വസിക്കുന്നത്? അഭിഷേകമുള്ള ദൈവത്തിന്റെ ദാസൻ നിന്റെ ഉള്ളിൽ എങ്ങനെ ഭൂതം വസിക്കുന്നത്? അല്ലേലിയ. ആഭിചാരൻ യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിധി ഇസ്രായേലിന് ഭരിക്കുകയില്ല. സംഖ്യാപുസ്തകം 23:23 അല്ലേ? അല്ലേലിയ. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ അഭിഷേകമുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഇടമായി ഉയരത്തിൽ അന്വേഷിക്കുന്ന അഭിഷേകത്വം നിറയപ്പെട്ട നിന്റെ ഉള്ളിൽ ഭൂതം ഇരിക്കാൻ പാടില്ല. ഭൂതത്തിന് നിന്റെ ഉള്ളിൽ സ്ഥാനമില്ല. പാതാളത്തെയും മരണത്തെയും ജയിച്ചവൻ, മരണത്തിന്റെയും പാതാളത്തെയും താക്കോൽ കൈവശമുള്ളവൻ എന്നാണ് അല്ലെങ്കിൽ നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാമത്തെ യേശുവിനെ കുറിച്ച് പഠിക്കുന്നത്. അങ്ങനെ പാതാളത്തെയും മരണത്തിന്റെയും താക്കോൽ കൈവശവൻ സാത്താന്റെ തലയിൽ ക്രൂശിൽ തകർത്ത് ജയോത്സവം കൊണ്ടാടിയ യേശു ക്രിസ്തുവിന്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോൾ പിന്നെ എങ്ങനെ നമ്മുടെ ഉള്ളിൽ ഭൂതം വസിക്കും? ഇത് ഭൂതത്തെ തള്ളിയിടാൻ വേണ്ടി കുറെ പാസമാണ് തള്ളിയിടുക, അടിക്കുക, ഓടിക്കുക. ചിലരൊക്കെ ചെയ്യുന്ന പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ ചിലരെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അല്ലേടി യസോർ ഒരു വലിയൊരു പ്രവാചകനുണ്ട്, കറുകച്ചാല്ല, കബളിമാക്കലാണെന്നാണ് കേട്ടത്. ഭയങ്കര വെളുപ്പാണ്, പക്ഷെ അദ്ദേഹത്തിന് പ്രവൃത്തി ഭയങ്കര മോശം. പേര് പറയുന്നില്ല, നിങ്ങൾക്ക് എത്ര പറഞ്ഞാൽ മനസ്സിലാവില്ല അയാളാണ്. ലേലിയ. വിശുദ്ധിയോടെ നീ ദൈവവചനം ശുശ്രൂഷിച്ചില്ലെങ്കിൽ, വിശുദ്ധിയോടെ നീ ദൈവസനെ നിന്നില്ലെങ്കിൽ, അശുദ്ധമായത് നീ പറഞ്ഞ് ദൈവമക്കളെ കബളിപ്പിച്ച് ദൈവസഭയെ കബളിപ്പിച്ച് ദേശത്തെ കബളിപ്പിച്ചാൽ ദൈവം നിന്നെ അടിക്കും കേട്ടോ. അല്ലേലിയ. ദൈവം നിന്നെ അടിക്കും. ഇത് വിശുദ്ധമാണെന്ന്, ഇത് പരിശുദ്ധമാണ്, ഇത് അതിന്റെ വിശുദ്ധിക്ക് ചെയ്യണം, അധികാരത്തോടെ ചെയ്യേണ്ടതാണ്. അല്ലേലിയ. ദാവീദ് ദൈവത്തിന്റെ പെട്ടകം യെരൂശലേമിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതിന് ശേഷമായി ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശക്തരായിരിക്കുന്നവരെ നിയമിച്ചു. അതിനുശേഷമായിട്ട് ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം, ആ മഹത്വത്തിനകത്ത് ദാവീദ് പറയുകയാണ്, യശസ്സും തേജസ്സും അവന്റെ സന്നിധിയിലും ബലവും ആനന്ദവും അവന്റെ വാസസ്ഥലത്തിലുമുണ്ട്. എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മുടെ കുടുംബത്തിന് ആ സംഭവം ഉണ്ടോ? നമ്മുടെ കുടുംബത്തിനകത്ത് പ്രാർത്ഥനയ്ക്കകത്ത് യശസ്സും തേജസ്സും അവന്റെ സന്നിധിയിലും നമ്മൾ കൂടി വരുമ്പോൾ ദൈവം ഉണ്ടല്ലോ. അപ്പൊ ആ ദൈവത്തിന്റെ യശസ്സും തേജസ്സും നമ്മൾ കൂടി വരുന്ന നമ്മുടെ ഇടയിലുണ്ടോ? സഭയിലുണ്ടോ? കുടുംബത്തിലുണ്ടോ? ബലവും ആനന്ദവും അവന്റെ വാസസ്ഥലത്തിൽ നമ്മൾ താമസിക്കുന്ന കർത്താവിന്റെ വാസസ്ഥലത്തിലല്ലേ? രക്ഷിക്കപ്പെടുവരെ വീടെന്താ? ദൈവത്തിന്റെ വാസസ്ഥലമല്ലേ? ലേലിയ. രക്ഷിക്കപ്പെട്ടവൻ, ഒരു മാനസാന്തരപ്പെട്ടവന്റെ ശരീരം കൂടാരി മൺകൂടാരി എന്താ? ദൈവത്തിന്റെ വാസസ്ഥലമല്ലേ? നമ്മൾ ദൈവത്തിന്റെ വാസസ്ഥലമാണ്. നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? അതാ അവർ ഉയരത്തിലുള്ളതാണ്. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത്. ഭൂമിയിലുള്ളത് ചിന്തിക്കാൻ സാത്താനേ പറ്റത്തുള്ളൂ. സാത്താനും അവന്റെ കിങ്കരന്മാർക്കോ അവന്റെ അനുയായികൾക്കോ എല്ലാം ഭൂമിയിലുള്ളതാണ് ചിന്തിക്കുന്നത്. സ്ഥാനവും മാനവും അധികാരങ്ങളും ചെടികമായതെല്ലാം മനുഷ്യനെ ഏതെല്ലാം വിധത്തിൽ പാപത്തിലേക്ക് തള്ളിയിടാമോ ആ നിലയിലൂടെ എല്ലാം മനുഷ്യനെ വശീകരിച്ചു കൊണ്ടുപോകുന്ന പാപത്തിന്റെ അന്ധകാരങ്ങൾ, പാപത്തിന്റെ ആസക്തികൾ ഭൂമി മുഴുവൻ നിറഞ്ഞു. അനേക റോഡിൽ എവിടെ സഞ്ചരിച്ചാലും നഗ്നമായ പിക്ചറുകൾ, ഓരോ കമ്പനികൾ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ പരസ്യങ്ങൾ എന്താണ്? വലിയ നഗ്ന ചിത്രങ്ങളിലൂടെ പുറത്ത് പ്രദർശിപ്പിച്ചിരിക്കുക. അത് മൊബൈലും ടിവിയിലും ഒക്കെ വരികയാണ്.
അല്ലേ ഇതെല്ലാം വന്ന് മനുഷ്യ മനസ്സുകളുടെ ഹൃദയങ്ങളെ സാത്താൻ കീഴടക്കത്തക്ക നിലയിൽ പിശാച് പല വിധത്തിൽ ഇന്നത്തെ എല്ലാ ഉൽപ്പന്നങ്ങളിൽ കൂടെ പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കടകമ്പോളങ്ങളിൽ വിൽക്കുന്ന എല്ലാ സാധനങ്ങളും മേലും പിശാചിന് അധികാരമുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കണം. നിങ്ങൾ വിമർശിച്ചാൽ എന്ത് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങുന്ന എല്ലാ സാധനങ്ങളിലും പിശാചിന്റെ ആധിപത്യമുണ്ട്. കാരണം അവര് ഏതെങ്കിലും ഒരു ലേബൽ അതേ വെച്ച് മുദ്രയടിച്ച് പരസ്യം ചെയ്യുന്നുണ്ട്, ലേഡിയ വിൽപ്പനയ്ക്ക് വേണ്ടി. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ മനുഷ്യനെ വശീല. അതുകൊണ്ട് ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. അല്ലേലിയ. ഉയരത്തിലുള്ളത് ചിന്തിക്കുമ്പോഴാണ് ആമിലറിയ സ്കൂളിൽ കുട്ടികൾ വിവിധ വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ ഒരു മെക്കാനിക്കിന്റെ ഇരിക്കൽ ചെല്ലുന്ന ഒരു കുട്ടി വിവിധ നിലയിൽ അത് റിപ്പയർ ചെയ്യാൻ പഠിക്കുന്നത് പോലെ, ഒരു വീടിന്റെ പണിക്ക് വിവിധ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് പോലെ, അതിന്റെ പണി നടത്തുന്നത് പോലെ, അതുപോലെ എല്ലാ മേഖലയിലും അങ്ങനെ തന്നെ നമ്മുടെ ആത്മജീവിതത്തിനകത്ത് അതേപോലെയുള്ള പണികളാണ് നടക്കേണ്ടത്. അഭിഷേകത്തിനകത്ത് വിവിധ ഘടകങ്ങളാണ്. അഭിഷേകത്തിനകത്ത് വിവിധ പഠനങ്ങളാണ്. അഭിഷേകത്തിനകത്ത് വിവിധ വലിയ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത്. പ്രൈസലോ. ഒരു അനുഭവത്തിലൂടെ ദൈവവചനം പഠിക്കണമെന്നാ കേട്ടോ. അല്ലേലൂയ. നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുള്ളൊരു കഥ ഞാനും പറയാം. ഞാനൊരു പുസ്തകത്തിൽ വായിച്ച് ഞാൻ ഒരുപാട് കേട്ടു. ഒരുപാട് ദൈവദാസന്മാരെ പ്രസംഗിക്കുകയും ചെയ്യുന്നതൊക്കെ എൻ്റെ ഉള്ളിലുമുണ്ട്. കാരണം ഒരു ചിത്രശലഭത്തിന്റെ ജീവിതത്തിൽ ക്രമമായി പല പ്രായങ്ങളുണ്ട്. ഒരു ചിത്രശലഭം ശലഭമായി മാറണമെങ്കിൽ അതിന് പല പ്രായങ്ങൾ, പല അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് മനോഹരമായ ഒരു ചിത്രശലഭം പുറത്തു വരുന്നത്. ആദ്യം ഒരു വലിയ മുട്ട രൂപത്തിൽ കാണപ്പെടും. ആദ്യം ഒരു മുട്ട രൂപത്തിൽ കാണപ്പെടും. മുട്ടയ്ക്കുള്ളിൽ അടഞ്ഞു കിടക്കുന്ന ജീവൻ പിന്നീട് ഒരു ചെറിയ പുഴുവായിട്ട് പുറത്തു വരും. പുഴുവിന്റെ പുറത്തേക്ക് വന്നിട്ട് ഇലകൾ തിന്നത് ജീവിക്കും. ഇലകൾ തിന്ന് ജീവിച്ച് പുഴു ജീവിക്കും. അല്ലേലൂയ. അങ്ങനെ അതിന്റെ ഭൗമിക ജീവിതത്തിൽ പിന്നീട് പുഴുവെന്ത് ചെയ്യും? അല്ലേലൂയ. വളർന്ന് സ്വോത്രം അത് ചിത്രശലഭമായി ഒരുങ്ങുക. പുഴുവായി ഇലകൾ തിന്ന് ജീവിക്കും. അല്ലേലൂയ. ഇതുപോലെ നമ്മുടെ ആത്മജീവിതത്തിനകത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. അല്ലേലൂയ. അപ്പൊ ഇലയിൽ ഇലയിലെ പുഴുവിനെ തിന്ന് ജീവിക്കുന്ന ഇലയിലെ ഇല തിന്ന് ജീവിക്കുന്ന ഇല തിന്ന് ജീവിക്കുന്ന പുഴു അല്ലേലൂയ, ഇല തിന്നു വളരും തോറും അല്ലേലൂയ മറ്റൊരു മഹത്തായ അനുഭവത്തെ കൊണ്ടുവരിക. ഇലയിലെ പുഴു ഇല തിന്ന് വളരും തോറും പുഴു മറ്റൊരു മഹത്തായ അനുഭവത്തെ കൊണ്ടുവരിക. പുഴു അല്പം വലുതാകുമ്പോൾ തനിക്ക് ചുറ്റും സ്വയം കൂട് കെട്ടി ഒരു കൊക്കൂണായിട്ട് അങ്ങ് മാറും. അല്ലേലൂയ. ഈ കൊക്കൂണായി മാറുന്ന പുഴു എവിടെയെങ്കിലും തൂങ്ങിക്കിടക്കും. ചില ദിവസങ്ങൾക്ക് ശേഷം പുഴുവിൽ നിന്നും എത്ര മഹത്തായ മാറ്റങ്ങളാണ് പുഴുവായ ശരീരം പൂർണ്ണമായി മാറുക. പുഴുവിൽ നിന്നും മനോഹരമായി കാലുകൾ വളർന്ന് പുതിയ കാലുകളും പുതിയ ശരീരവും പുതിയ ചിറകുകളും വെച്ച് മനോഹരമായ ഒരു ചിത്രശലഭമായി മാറി പിന്നീട് ഇല തിന്നുന്നില്ല, രുചികരമായ തേൻ വലിച്ചു കുടിക്കുക. മുമ്പ് ഇത് മുട്ടയായിരുന്നു, പിന്നത് പുഴുവായി, പിന്നത് ഇലയിൽ കൂടി ഇഴയാൻ തുടങ്ങി, അത് ഇല നിന്ന് ജീവിക്കാൻ തുടങ്ങി. കുറെ കാലം കഴിഞ്ഞപ്പോൾ അതിന് കൂട് കെട്ടി അതൊരു കൊക്കൂണായി തൂങ്ങിക്കിടന്നു. പിന്നെ അതിന് മാറ്റങ്ങൾ വന്നു. കൊക്കൂണിനകത്തുനിന്ന് ഒരു ചിത്രശലഭം പുറത്തു വന്നു. ഇനിയും ഈ ചിത്രശലഭത്തിന്റെ തീറ്റി ഇലയല്ല, അവൻ തേൻ കുടിച്ചു വളരുക. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഇതുപോലെ തന്നെ നമ്മുടെ ആത്മജീവിതം കേട്ടോ. നമ്മുടെ ജന്മന, നമ്മുടെ ചെറു ശൈശവ പ്രായം, അല്ലേലൂയ, നമ്മുടെ ബാല്യം, നമ്മുടെ കൗമാരം, നമ്മുടെ യൗവനം വാർത്തകളിലേക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കും തോറും നമ്മൾ ദൈവത്തിൽ നിന്ന് പഠിച്ച് അഭിഷേകത്തിൽ നിറയപ്പെട്ട അഭിഷേകത്തിനകത്തുനിന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ മാധുര്യമേറിയ ശബ്ദങ്ങളും വചനത്തിന്റെ വെളിപ്പാടുകളും മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും പഠിച്ച് ഉയർന്നു നമ്മുടെ വിശുദ്ധിയെ കാത്ത് സൂക്ഷിച്ച് ക്രിസ്തുവിന്റെ വരവിനായി നാം ഒരുങ്ങി നിൽക്കണം. എങ്കിലേ തേജസ് പ്രാപിച്ച് നമുക്ക് രൂപാന്തരം പ്രാപിക്കാൻ കഴിയുള്ളൂ. രക്തം. അപ്പോൾ ഒരു പുഴു അല്ലെങ്കിൽ ഒരു ചെറിയ മുട്ട അത് പുഴുവായി പിന്നീട് അത് അതിന്റെ കടകൾ മാറി ഒരു മനോഹരമായ ചിത്രശലഭമായി മാറുന്നത് പോലെ നമ്മൾ വളർച്ച പ്രാപിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഭൗമിക ജീവിതവും ഒരു പുഴുവിനെ പോലെയാ. നമ്മുടെ ഭൗമിക ജീവിതം ഒരു പുഴുവിനെ പോലെ ഇഴയുന്നതായിരുന്നു. അത് നമ്മൾ അതിൽ നിന്ന് വളർന്നാണ് നമ്മൾ ഇന്ന് നിലയിലെത്തിയിരിക്കുന്നത്.
ജനിച്ചപ്പോഴേ നമ്മളിങ്ങനെ വന്നതല്ല. ജനിച്ചപ്പോഴേ ഈ കയ്യും കാലും വീശയും തലയും കോമ്പും കണ്ണും കണ്ണാടി കാലും വലിയ നമ്മൾ പുരുഷനായിട്ടല്ല ജനിച്ചത്. ഒരു ചെറിയ ശൈശവ പ്രായം, ഒരു പുഴുവിനെ പോലെ അതിങ്ങനെ വളർന്നാണ് ഒരു മനുഷ്യൻ എന്നുള്ളത്. അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിക്കഴിയുമ്പോൾ നമ്മളൊരു വലുത് പ്രായമായി കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിന് പഠിക്കണം. ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവം കൊണ്ടുവന്ന വഴികൾ, മനോഹരമായ ഒരു ചിത്രശലഭത്തെ പോലെ നീ മറ്റുള്ളവരൊക്കെ പ്രകാശമാകുന്ന, മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ചിത്രശലഭത്തേക്ക് നോക്കി മറ്റുള്ളവർ അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നത് പോലെ നിന്റെ ആത്മജീവിതത്തിൽ മറ്റുള്ളവർ നല്ലത് പറയണം. പ്രൈസറോ, നമ്മുടെ ആത്മജീവിതത്തിൽ മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ പറയണം. പ്രൈസറോ, പുഴുവായിരുന്നപ്പോൾ എല്ലാവർക്കും ഈ ചിത്രശലഭത്തെ തൊടാൻ പേടിയാണ്, പുഴുവിനെ തൊടാൻ പേടിയാണല്ലോ. എൻ്റെ പുഴുവിനെ തൊടാൻ പേടി. അന്ന് പുഴുവിനെ തൊടത്തില്ല. പക്ഷെ അത് ചിത്രശലഭമായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അതിനെല്ലാവർക്കും ഇഷ്ടമായി. നല്ല ഭംഗി, നല്ല ഏരിയ, അതിനെ വേണം പിടിക്കാനും അതിന്റെ പുറകെ നടക്കാനും ഒക്കെ കുട്ടികൾ പോകുന്ന കണ്ടിട്ട് ഞങ്ങളുടെ ചെറുപ്രായത്തിൽ ഞങ്ങളൊക്കെ പോയിട്ട് ചിത്രശലഭം പറവകളൊക്കെ പിടിച്ചിട്ടുണ്ട്, നല്ല ഏരിയ. പക്ഷെ പുഴുവായിരുന്നു പിടിക്കുമായിരുന്നു, പുഴു പിടിക്കത്തില്ലായിരുന്നു. ശലഭമായി കഴിഞ്ഞപ്പോൾ നമ്മൾ പിടിച്ചു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മജീവിതം വളരണം. നമ്മുടെ ആത്മജീവിതം മേൽക്കുമേൽ വളരണം. നമ്മൾ മേൽക്കുമേൽ ബലം പ്രാപിച്ച് സിയോനിൽ ചെന്നെത്തണം. ഏതൊരു സിയോനിൽ ചെന്നെത്തണം. 84:7 വായിച്ചിട്ടില്ലേ? മേൽക്കുമേൽ ബലം പ്രാപിച്ച് നമ്മളെല്ലാവരും സിയോനിൽ ചെന്നെത്തണം, ബലം പ്രാപിക്കണം. മേൽക്കുമേൽ നമ്മൾ ഈ അഭിഷേകത്തിൽ നിറയപ്പെടണം. എല്ലാരിയ ഇന്നത്തെ കാലം മേൽക്കുമേൽ മദ്യപാനത്തിൽ അങ്ങ് ഉയരുവാനില്ല, പുകവലി കൂടാനില്ല. ചിലവർക്ക് രാവിലെ കുടിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ കാലം ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യൻ അവതരിപ്പിക്കും. ഇതൊക്കെ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ രാവിലെ കുടിച്ച നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരു വീട്ടിയാണ് ഞാൻ, എൻ്റെ ഏരിയ. പക്ഷെ ഞാനത് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വെറും വിട്ടിത്തരം പോട്ടത്തുവാ മണ്ടത്തരമാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. അയ്യോ, രാവിലെ എഴുന്നിട്ട് ഒരു ഫെഗ് അടിച്ചില്ലെങ്കിൽ പിന്നെ അങ്ങ് വിറയല. എൻ്റെ ഏരിയ എന്നെ കേൾക്കുന്ന മൂടാ, നീ മാനസാന്തരപ്പെടണം. മൂടാന്ന് വിളിച്ച അജ്ഞാനകത്ത് യോഗ്യരാകുന്ന വേദപുസ്തകം പറയുന്നത് അല്ലേരിയ. എങ്കിലും ഞാൻ പറയട്ടെ, ദൈവത്തോട് സോറി ചോദിച്ച് പറയുക, നീ മാനസാന്തരപ്പെടണം കേട്ടോ. പ്രൈസലോ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഈ ലോകത്തിന് അനുഗ്രഹമായി തീരാത്ത നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവികത എന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ട് നിന്റെ അഭിഷേകത്തിനകത്ത് ദൈവം തന്നിരിക്കുന്ന വ്യത്യസ്തമായ ശുശ്രൂഷകൾ നിന്റെ ഉള്ളിൽ പുറത്തു വരട്ടെ. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നീ വലിയ കൊട്ടേഷൻ സംഘത്തിന് ഉടമയായിരിക്കും, നീ വലിയ നേതാവായിരിക്കും, നീ വലിയ രാഷ്ട്രീയ നേതാവ്, നീ വലിയ പ്രധാന സ്ഥാനത്ത് ഇരിക്കുന്നവർ, ഒരുപക്ഷെ മന്ത്രിയോ MLA MP ഉന്നതാധികാര സ്ഥാനത്തിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും നീ. അല്ലേരിയ പൈസ കർത്താവിന് അതൊരു പ്രശ്നമല്ല. നിനക്ക് എത്ര വലിയ ഉയർന്ന പൊസിഷനുകളുണ്ടെങ്കിൽ ദൈവത്തിന് അതൊന്നുമല്ല. അല്ലേരിയ സ്തോത്രം. ഈ ലോകത്തിന്റെ ഉന്നതാധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ഏറ്റവും വലിയ വ്യക്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിയും വഴിയിൽ കിടക്കുന്ന ഒരു യാചകനെ കർത്താവിന് ഒരു പോരാ. അല്ലേരിയ, മനസ്സിലായിട്ടില്ലേ? ഏറ്റവും വലിയ ഉന്നത വ്യക്തിയായിട്ട് ആരെങ്കിലും പറയുന്നുണ്ട്, അവനും വഴിയിൽ കിടക്കുന്ന ഒരു യാചകനും കർത്താവിന്റെ ഒരു പോരാ. കാരണം ഉന്നത വ്യക്തിയുടെ ജീവനും യാചകന്റെ ജീവനും ഒന്നാണ്. ഉന്നതമായ വ്യക്തിയുടെ ഉള്ളിലെ രക്തവും ആ യാചകന്റെ രക്തവും ഒരേ നിറവാണ്. അല്ലേരിയ, മാറ്റമൊന്നുമില്ല. അപ്പൊ നമ്മൾ അഹങ്കരിക്കരുത്. അല്ലേരിയ, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ യശസ്സും തേജസ്സും അവന്റെ സന്നിധിയിൽ കുടുംബം എന്ന് പറയുന്ന ദൈവത്തിന്റെ കുടുംബമായി മാറും. അവന്റെ യശസ്സും തേജസ്സും നമ്മൾ കൂടി വരുന്ന നമ്മുടെ കുടുംബത്തിനകത്ത് പ്രാർത്ഥന അധ്യക്ഷൻ ഉണ്ടാകണം. അല്ലേരിയ, ബലവും ആനന്ദവും അവന്റെ വാസസ്ഥലത്തിലുണ്ട്. നമ്മൾ കൂടി നമ്മുടെ ഭവനത്തിനകത്ത് ഉണ്ടാകണം. അല്ലേരിയ, എങ്കിലേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ. പണത്തിന് വേണ്ടിയിട്ടല്ല ഓടേണ്ടത്, പണത്തിന് വേണ്ടിയിട്ടും വേണ്ടി. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, പ്രവാചകനാണോ എന്ന് ചോദിച്ചു. അല്ലേ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ തോന്നിയത്? അല്ല, പ്രവാചകനാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നോട് പറയണ്ട. ഇനി ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞ് ധരിപ്പിച്ചവർക്ക് എന്നോട് കാര്യം. പിന്നെ അവർ സംസാരം തുറന്നു കഴിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു? ഞാൻ കോട്ടയത്ത് ഒരു വലിയ സഭയിലാണ് പോകുന്നത്. ഞാൻ ചോദിച്ചു, അവിടെ പ്രവാചകനില്ലേ? എന്റെ പാസെ കാലങ്ങളായിട്ട് ഇങ്ങോട്ട് പോകുന്നു, അവിടെ പ്രവാചകന്മാരൊക്കെ കണക്കാണ്. പ്രൈസലോ, അതുകൊണ്ടാണ് പാസ്റ്റർ പ്രവാചകനാണെന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചതാണ്. അപ്പം പ്രവാചകനാണെന്ന് അവനെ വിചാരിച്ച് വിളിച്ചതാണ്. അപ്പൊ അവർക്ക് പ്രവാചകന്മാരെ ആവശ്യം. എന്നിട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അവർക്ക് വല്ലതും കണ്ടോ പാസ്റ്റർ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, ഇഷ്ടംപോലെ പ്രകൃതി എന്തെല്ലാം ഉണ്ട്. കണ്ണു തുറന്ന് ഇപ്പോഴാണ് നിങ്ങളുടെ കണ്ണടച്ചിരിക്കുകയായിരുന്നു. കണ്ണു തുറന്നപ്പം പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടാണ് ഞാൻ ഇരിക്കുന്നു. അവർക്കതാ എന്തെങ്കിലും കണ്ടോ കേട്ടോ അറിഞ്ഞോ വരും പറഞ്ഞോ അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട് കേട്ടോ. അങ്ങനല്ല, നീ യഥാർത്ഥ അഭിഷേകത്തിൽ നിറയപ്പെടുക.
യഥാർത്ഥ അഭിഷേകത്തിൽ ദൈവത്തിന്റെ പാതപെടുത്തി നിന്ന് മറിയ ദൈവത്തിന്റെ പാതപെടുത്തി നല്ല അംശം തെരഞ്ഞെടുത്ത പോലെ നീ വചനം പഠിപ്പിക്കുന്ന സഭയുണ്ട്. പല അനവധി സഭകൾ, വേർപെട്ട കൂട്ടങ്ങൾ ദൈവവചനം സത്യസന്ധമായി മറനീക്കി പഠിപ്പിക്കുന്ന, വചനത്തിനകത്ത് വ്യാജം ചേർക്കാതെ വചനത്തിന്റെ യഥാർത്ഥ വെളിപ്പാടിൽ നിന്ന് പ്രസംഗിക്കുന്ന അനവധി ദൈവദാസന്മാരുണ്ട്. അവരുടെ പാതപിടത്തിൽ, അവരുടെ ഇരിക്കൽ പോയി നീ വചനം പഠിക്കും. വചനം പഠിക്കുമ്പോൾ വചനം നീ പഠിക്കുന്തോറും നിന്റെ ഉള്ളിൽ അഭിഷേകം നിറയും. അഭിഷേകം നിറയും തോറും നിന്റെ ഉള്ളിൽ വെളിപ്പാടുകളും ദർശനങ്ങളും കൃപകളും വരും. അതനുസരിച്ച് ദൈവം നിനക്ക് തന്ന ശുശ്രൂഷ ഏതാണോ അത് നിന്നെ അപ്പോസ്തലനാണെങ്കിൽ അപ്പോസ്തലൻ, പ്രവാചകനാണെങ്കിൽ പ്രവാചകൻ, സുവിശേഷകനാണെങ്കിൽ സുവിശേഷകൻ, ഇടയനോ ഉപദേഷ്ടാവോ ഏതാണ് നിനക്ക് വേണ്ടി നിന്റെ ശുശ്രൂഷയെങ്കിൽ ദൈവം നിന്റെ ഉള്ളിൽ അതിനുള്ള ശുശ്രൂഷ തരും. അല്ലാതെ ഇങ്ങനെ ഓരോ ദിവസം ഓരോരുത്തരും വിളിച്ചിട്ട് ഇവരെല്ലാം കണ്ടോന്നാണ് ചോദിക്കുന്നത്. എന്നാൽ അവരുടെ വിഷയങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പാസ്റ്റർ, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി. ഞാൻ പ്രാർത്ഥിക്കാൻ ഒരു അടിസ്ഥാനം വേണമല്ലോ. കുടുംബത്തിന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വിഷയം വേണമല്ലോ. അപ്പൊ ആ വിഷയം നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് പറയില്ല. പാസ്റ്റർ പ്രാർത്ഥിച്ചു പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ വിഷയം പ്രാർത്ഥിച്ചു പറഞ്ഞാൽ മതി. ആ സഹോദരി അത് പറഞ്ഞല്ലോ, ആ സഹോദരന് പറഞ്ഞല്ലോ. അപ്പൊ പാസ്റ്റർക്ക് എന്താ പറഞ്ഞുകൂടാ? നമ്മളെ ചോദ്യം ചെയ്യുക. എന്നെ കേൾക്കുന്ന സഹോദരി, നീ ഒരിക്കലും നിന്റെ കുടുംബത്തിന് പ്രശ്നം മാറത്തില്ല. അഭിഷക്തന്മാരെ ചോദ്യം ചെയ്തിട്ട് നീ മുന്നോട്ട് പോയി പ്രവചനത്തിന്റെ പിൻപാനി നടക്കുന്ന, പ്രവചനത്തിന്റെ വാലി തൂങ്ങി നടക്കുന്ന നീ ഒന്നും രക്ഷ പ്രാപിക്കുന്നില്ല കേട്ടോ. വചനം പഠിക്കാതെ, വചനം പഠിക്കും, വചനത്തിലൂടെ സംസാരിക്കും. അല്ലേരിയ, വചനമൊക്കെ പ്രവചനമാണ്. അല്ലേരിയ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവസ്ഥലേക്ക് മടങ്ങി വരണം. അല്ലേരിയ. ഈ പുഴു എന്ത് ചെയ്ത് ചിത്രശലഭമായി മാറിയതുപോലെ നിങ്ങൾ പുഴുവായി ഇരുന്നവനെ, പുഴുവായി ജനിച്ചു വീണ് നിങ്ങൾ ഒരു ചിത്രശലഭമായി പറന്ന് നടക്കുന്ന, മറ്റുള്ളവർക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന, മറ്റുള്ളവരെ ആസ്വദിപ്പിക്കുന്ന, മറ്റുള്ളവരെ കണ്ട് ആ ചിത്രശലഭത്തെ വർണ്ണിക്കുന്നത് പോലെ നീ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവനായി മാറും. അല്ലേരിയ. ദൈവത്തിന്റെ വചനം അങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്ക് ഒടുവിൽ ചിത്രശലഭമായി മാറുമ്പോൾ നമുക്ക് വലിയ ആശ്ചര്യം തോന്നുന്നു. ഈ പുഴു ഇലകൾ തിന്ന് സാധാരണയായി ജീവിച്ച പുഴു ഇത്ര മഹത്തമായി ചിത്രശലഭമായി മാറിയോ എന്ന് കരുതി നമ്മൾ വിസ്മയത്തോടെ കാണുന്നത്. അതുപോലെ തന്നെയാണ് നാം തേജസ് പ്രാപിക്കുമ്പോൾ നമ്മുടെ മണ്ണാകുന്ന ശരീരം സ്വർഗീയ അവകാശമായി മാറും. ഹല്ലേലൂയ. അത് ചിത്രശലഭമായി മാറിയതുപോലെ, അത് പറന്നിറം തേനൂറ്റി കുടിക്കുന്നത് പോലെ ഈ മണ്ണാകുന്ന ശരീരമുണ്ടല്ലോ, ഈ മണ്ണാകുന്ന ശരീരം കർത്താവിന്റെ വരവോടുകൂടി ഈ മണ്ണാകുന്ന ശരീരം ഭൂമിയിലേക്ക് നീക്കി വെച്ചിട്ട് തേജസ് പ്രാപിച്ച് രൂപാന്തരം പ്രാപിച്ച് നമ്മൾ കർത്താവിനോട് പറന്നുയരണമെങ്കിൽ, ആ ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നാം ക്രമീകരിക്കപ്പെടണം. ഹല്ലേലൂയ. ഭൂമി വെച്ച് തന്നെ ദൈവത്തിന്റെ യശസ്സും തേജസ്സും നമ്മുടെ ഉള്ളിൽ വരണം. അവന്റെ ബലവും ആനന്ദവും നമ്മുടെ ഉള്ളിൽ നിറയണം. അഭിഷേകത്താൽ നിറയപ്പെടണം. ക്രിസ്തുവിന് വേണ്ടി നമ്മെ വേർതിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ആകാശത്തേക്ക് നോക്കുക എന്ന് കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 15:5. അപ്പോഴാണ് അബ്രഹാം ദൈവത്തിന്റെ വലിയ തീരുമാനത്തെ, അതായത് മണ്ണാകുന്ന മനുഷ്യനെ സ്വർഗീയ നക്ഷത്രമാക്കി മാറ്റുവാൻ വേണ്ടി ദൈവം കാണിച്ചു കൊടുത്തു. അബ്രഹാമിനോട് നീ പുറത്തേക്ക് ഇറങ്ങി, നീ ആകാശത്തിലേക്ക് നോക്ക്. ആകാശത്തിലേക്ക് നോക്കിയപ്പോ മിന്നി തിളങ്ങുന്ന കോടാനുകൂടി നക്ഷത്രങ്ങളെ കൊണ്ട് ആകാശം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അബ്രഹാമിന് മനസ്സിലായത് നിന്റെ സന്തതി ഇതുപോലെ ആകുമെന്ന് പറഞ്ഞപ്പോ അബ്രഹാം മണ്ണാകുന്ന എന്റെ ശരീരം, മണ്ണാകുന്ന എന്റെ ശരീരത്തിൽ എന്നിൽ നിന്ന് ജനിക്കുന്നവൻ, ആകാശത്തിൽ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നത് പോലെ എന്റെ മക്കൾ മിന്നി തിളങ്ങുവതേ. പുഴുവായ ശരീരം, ആകാശത്തിലെ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? മിന്നി തിളങ്ങണം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൽ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ഹല്ലേലൂയ. ഇതൊക്കെ ദൈവത്തിന്റെ വചനത്തിലുള്ളതാണ്. വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ദാവീദ് ദൈവത്തിന്റെ പെട്ടെന്ന് യെരൂശലേമിൽ പ്രതിഷ്ഠിച്ച ശേഷം ആലയത്തിൽ ശുശ്രൂഷകന്മാരെ നിയമിച്ചു. സാവാദ്യോടനോടുകൂടി അതിനുശേഷമായി നടത്തിയ സ്വോത്രപ്പണത്തിന് പറയുകയാണ്, യശസ്സും തേജസ്സും അവന്റെ സന്നിധിയിലുണ്ട്, ബലവും ആനന്ദവും വാസനത്തിലുണ്ട്. അതെ, നിന്റെ കുടുംബത്തിലും ജീവിതത്തിന്റെ തലമുറയിലും ഈ അനുഭവം ഉണ്ടായാൽ നിന്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ ഇരുണ്ട് മാറി, നിന്റെ സങ്കടം മാറി, ദുഃഖം മാറി, കുടുംബം അനുഗ്രഹത്തിലേക്ക് മാറി. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചെറിയൊരു വലിയൊരുമായിരിക്കുന്നത് കേരളത്തിലും ലോക രാജ്യങ്ങളും 800 കോടി
ജനത്തിനായി തലമുറകൾ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യുവനത്തിൽ വാർത്തിക്കുന്ന അനുഭവത്തിൽ അസമ യാച്ചിൽ ഓർഫനേജ് ഓട്ടൽ വിവേകവും തടവറയിലായിരിക്കുന്ന സകല ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരു മുട്ടയായ ആമയാൽ മുട്ട പുഴുവായി പുഴു ഇലയിലൂടെ ഇല തിന്ന് അത് വളർന്ന് പൊക്കുവായി ചില ആളുകൾ ചിത്രസ്ഥലമായി പുറത്തു വന്ന് പലർക്കും ആശ്ചര്യമായി മാറുന്നത് പോലെ കർത്താവേ, ഞങ്ങളുടെ ശൈശവ പ്രായം ഒരു പുഴുവായി ഞങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചുവെങ്കിലും വളർന്ന് കർത്താവിന്റെ അഭിഷേകത്തിനകത്ത് നിറയപ്പെട്ട ആത്മാവിന്റെ വരവുള്ളവരായി കർത്താവ് ഞങ്ങൾ തേജസ്സുമേ തേജസ്സു മണ്ണാകുന്ന ശരീരം ഈ ഭൂമിയിൽ വിട്ട് തേജസ്സുമേ തേജസ് ചുരുമാത്രം പ്രാവശ്യമാൻ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുവാൻ ഓരോ കുടുംബങ്ങളെ തലമുറ ഒരുക്കണമേ. അധാർമികവും അശുദ്ധമായ ജീവിത സാഹചര്യങ്ങളെല്ലാം വിട്ട് ജനം മടങ്ങി വരട്ടെ. സകല ജനത്തെ അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.